അനസാറെ കുറച്ച് ദിവസങ്ങളായിട്ടേ സാറിൻ്റെ യൂട്യൂബ് വീഡിയോസൊന്നും അധികം കാണുന്നില്ല, സാറ് വീഡിയോയിലൊന്നും വരുന്നില്ല എന്ന് കേട്ടു. സാറിൻ്റെ ഓൺ ബിസിനസ്സായ ഇയാൻ ഓവർസീസിൽ കുറച്ച് ബിസിയാണ്. അവിടെ കുറച്ച് ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്നറിയാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതുപോലെ തന്നെ പുതിയതായിട്ട് എക്സ്പോർട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് സാറിൻ്റെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനുകൾ പോലെ അവർക്കുള്ള എന്തെങ്കിലും കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈസി എക്സ്പോർട്സിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ടിനുള്ള ക്ലാസ്സുകൾ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പോൾ പല ആളുകളും എക്സ്പോർട്ടിനെ സംബന്ധിച്ച് ക്ലാസ്സുകൾ കൊടുക്കുന്നത് മാത്രമായിട്ടാണ് യൂട്യൂബ് ചാനൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കും. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്നത്തെ ചാനലിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോർട്ടിലുള്ള അപ്ഡേറ്റ്സുകളാണ്, പുതിയ മാറ്റങ്ങൾ. ഇതൊക്കെ പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ലൈവായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടും പുതിയ അറിവുകൾ കിട്ടുന്നതുകൊണ്ടും നമ്മൾ ആക്റ്റീവായിട്ട് പുതിയ പുതിയ മേഖലകൾ നോക്കുന്നതുകൊണ്ടൊക്കെയാണ്. അപ്പം അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറേ തിരക്കുകളും യാത്രകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇടയ്ക്ക് വരാൻ പറ്റാത്തത്. എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ ആളുകളുടെ കമൻസും അവരുടെ അഭിപ്രായങ്ങളെല്ലാം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പലർക്കും ആൻസർ കൊടുക്കുകയും മീറ്റിങ്ങുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സ്പോർട്ടിൻ്റെ ഒരുപാട് പുതിയ ട്രെൻഡ്സുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് അപ്ഡേറ്റഡ് ആവണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സാറിൻ്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പോൾ നിങ്ങൾ എന്ത് അപ്ഡേഷൻസ് ആണ് ബിസിനസ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇയാൻ ഓവർസീസിലൂടെ നമ്മളിപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം പ്രൊഡക്റ്റുകൾ ചെയ്യുന്നവർ കേരളത്തിലുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയധികം ഉണക്കമീൻ തൊട്ട് നെയ്യ് തൊട്ട് അരി, പയറ്, കടല, ശർക്കര, കുടംപുളി അങ്ങനെ തൊട്ട് ഫ്രോസൺ ഐറ്റംസ്, പൊറോട്ട, കപ്പ, തേങ്ങ, ചക്ക, മാങ്ങ തുടങ്ങിയ ഐറ്റങ്ങളെല്ലാം എല്ലാ തരത്തിലുള്ള, അതായത് ബയ്യർ എന്ത് ചോദിക്കുന്നു, നമ്മുടെ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അപ്പൊ അവിടെ ഒരു കസ്റ്റമർ വന്ന് എന്ത് ചോദിക്കുന്നു അത് നമ്മൾക്കില്ലെങ്കിൽ വേറെ ഇടന്ന് വരുത്തിയായാലും ആ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ലോകത്തിലെ എവിടെ ആരും എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റും ഇല്ല ഇവിടെ. ഇത്തവണ പോലും നമ്മള് UK അയക്കുന്ന ഒരു കണ്ടെയ്നറിൽ 260 ഐറ്റം ഉണ്ട്. 260 ഐറ്റം ഒരു 40 ഫീറ്റ് കണ്ടെയ്നറിലാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രയധികം വെറൈറ്റിയാണ്. സാധാരണ 25-30 പ്രോഡക്റ്റ് 25-30 പോലും ആൾക്ക് ചെയ്യാൻ മടിയാണ്. 10-15 ചെയ്യാറുള്ളൂ. ഇനി മാക്സിമം പോയ 25-30. നമ്മൾ 260 പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇത്രയധികം പ്രൊഡക്റ്റുകൾ എവിടെ ഉണ്ടോ അവിടുന്ന് സംഘടിപ്പിച്ച് അവിടുത്തെ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളതൊരു ത്രില്ലായിട്ടും പാഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു ബയ്യറെ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ എന്ത് വേണേലും കൊടുക്കാറുണ്ട്. കാരണം ബയ്യറെ സമീപിക്കുന്നത് അവിടുത്തെ കസ്റ്റമേഴ്സ്, ക്ലയൻസ് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ബയ്യർ ഇപ്പോൾ വിളിക്കുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐറ്റം ഉണ്ടോ, ഇത് കൊടുത്തു വിടാവോ. അപ്പൊ നമ്മൾ ഒരിക്കലും അത് നമുക്കില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യാറില്ല എന്ന് പറയാറില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ അടുത്ത കാലത്ത് ഞാൻ അത് വീഡിയോ ചെയ്തിരുന്നത്. നമ്മൾ പോളിപയർ, അതായത് ഓസ്ട്രേലിയക്ക് ഒരു ക്ലയന്റ് ചോദിച്ച് അവിടുത്തെ പ്രത്യേക വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ട് പോളിപയർ അയച്ചു തരാമോ എന്ന് ചോദിച്ചു. നമ്മളത് കേസ് പിടിച്ചു. പയറ് പൊളിച്ചിട്ട് ആ അതിന്റെ മണികൾ മാത്രം ഇത് ഫ്രോസൺ ആയിട്ട് അയക്കുക. അത് 5 ടണ്ണാണ് അത് മാത്രം ചോദിച്ചത് ഔട്ട്പുട്ട്. അപ്പോ ശരിക്കും നമ്മളത് ഏറ്റു, വർക്ക് എടുത്തു, അഡ്വാൻസ് വാങ്ങിച്ചു. വർക്ക് തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടീസ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് മനസ്സിലായത് ആരും എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ബയേഴ്സ് ഞങ്ങളോട് എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്യും. പക്ഷെ നമ്മളത് ചലഞ്ചായിട്ട് എടുത്ത് ഫസ്റ്റ് ടൈം ശരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ലാഭവും കിട്ടില്ലായിരിക്കും. പക്ഷെ നമുക്കത് മനസ്സിലായി എത്രത്തോളം ലേബർ വരും, എത്ര ഡിഫിക്കൽട്ടി ഉണ്ട്, എത്ര ഔട്ട്പുട്ട് കിട്ടും, വേസ്റ്റ് എത്ര പോകും മനസ്സിലായി. പക്ഷെ അതിന്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് നമുക്ക് കൂടുതൽ ലാഭകരമായിട്ട് ചെയ്യാനുള്ള വഴി എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മളത് ഏറ്റെടുത്തില്ലെങ്കിൽ നടക്കില്ല. നോ എന്ന് പറയാറില്ല. എന്ത് ഇതിനും യെസ് എന്ന് പറഞ്ഞ് അത് കേസ് പിടിക്കുക. ഒരു എക്സ്പോർട്ടർ അങ്ങനെ ആയിരിക്കണം. ഒരു എക്സ്പോർട്ടർ എന്നല്ല, ഏതൊരു ബിസിനസ്സും അങ്ങനെ ആയിരിക്കണം. അവർക്ക് ചെയ്യാൻ എന്തൊക്കെ മാക്സിമം പറ്റുമോ. അപ്പൊ നമ്മൾ പല കടയിലും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പല ബിസിനസ്സുകാരോട് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ അയ്യോ അത് ഞങ്ങളില്ല, ഞങ്ങൾ ഇത് മാത്രമേ, ആ ഒരു പോളിസിയോട് എനിക്ക് അഭിപ്രായമില്ല. പ്രത്യേകിച്ച് എക്സ്പോർട്ടിംഗ് ഫീൽഡ്. കാരണം വിദേശത്തെ ആളുകൾക്ക് വേണ്ടി കൊടുക്കേണ്ട സാധനം നമ്മളെ കൊണ്ട് കഴിയും. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്ത പ്രൊഡക്റ്റാണ് നമുക്ക് പറഞ്ഞിട്ട് കാര്യം. അതും വേണമെങ്കിൽ പറ്റും. ഇപ്പൊ നമ്മുടെ രാജ്യത്തില്ലാത്തതാണ്, പുറത്തുണ്ട്, ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്ക് റോ ഷുഗർ ആഫ്രിക്കയിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മളത് വിയറ്റ്നാമിൽ, തായ്ലൻഡിൽ നിന്ന് എടുത്ത് ആഫ്രിക്കയിൽ കൊടുക്കാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എത്ര ക്വാണ്ടിറ്റി ആണ്? അത് 20,000
മെട്രിക് ടണ്ണാണ്. 20,000 മെട്രിക് 20,000 മെട്രിക് ടണ്ണാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ 2,000 ടണ്ണ് കൊടുക്കണം, അതിന് ശേഷമാണ് മറ്റേത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു വലിയ ഓർഡർ ആയതുകൊണ്ട് അത് നമ്മൾ കേസ് അതിൻ്റെ ഫയലെടുത്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അത് നമ്മൾ എക്സ്പോർട്ടിംഗ് ഫീൽഡിലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനും എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചലഞ്ചും ഏറ്റെടുക്കാൻ തയ്യാറാണ്. പേടിയില്ലാണ്ട് അതിലേക്ക് ഇറങ്ങണം, ധൈര്യമായിട്ട് അതിലേക്ക് പോകണം. പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യണം. എന്നാളും വീഡിയോയിൽ പറയുന്ന പോലെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റിൽ മാത്രമായിരിക്കും എന്തും നമുക്ക് ചെയ്യാൻ പറ്റണം. ആളുകൾ പലതും ചോദിക്കാറുണ്ട്, ഗ്രാനൈറ്റ്സ് ചോദിക്കാറുണ്ട്, തടി ചോദിക്കാറുണ്ട്, അതുപോലെ നമ്മുടെ ചട്ടിയും കലവും ചോദിക്കാറുണ്ട്. അങ്ങനെ പല ഐറ്റങ്ങൾ ചോദിക്കാറുണ്ട്. ചൂല്, ചെരവ, കസേര, ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ കൊടുക്കുക. എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്ത് അവരുടെ എന്ത് ഡോക്യുമെന്റേഷൻ വേണം, എന്ത് പ്രൊസീജിയർ വേണം, എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും. സാർ ഇപ്പൊ അതുപോലെ ഇപ്പൊ സമീപകാലത്ത് എക്സ്പോർട്ടിംഗിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ് എക്സ്പോർട്ട് ഇൻഡസ്ട്രിയിൽ? സമീപകാലത്ത് ഒരുപാട് അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അതായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. സാർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണല്ലേ? എപ്പോഴും ഞാൻ ഇതിന്റെ എല്ലാ സെമിനാറുകൾ, വെബിനാർ എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലാസ്സുകൾ, അതുപോലെ മീറ്റിങ്ങുകൾ എല്ലാം അറ്റൻഡ് ചെയ്യും. ഇതിന്റെ പുതിയ വരുന്ന നിയമങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്പേർട്ട് എന്നല്ല, ഏത് ഫീൽഡ് ആണെങ്കിലും ആ ബിസിനസ് ചെയ്യുന്നവർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കണം. അറിവ് നമുക്ക് വളരെ പ്രധാനമാണ്. അപ്പൊ നമുക്കിപ്പോ ഇപ്പം ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ടിന്, ഏതൊക്കെ ഇമ്പോർട്ടിന് ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം മാറ്റങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ട്രെൻഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതായത് ആളുകൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യാം. എല്ലാവരും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇപ്പൊ എല്ലാവരും കൊടുക്കുന്ന അരിപ്പൊടി, പുട്ടുപൊടി എല്ലാവരും കൊടുക്കുന്നുണ്ട്, റൈസ് എല്ലാവരും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്താ പൊറോട്ട, തേങ്ങ എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരും എന്താണെന്ന് വെച്ചാൽ പലർക്കും കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അത്തരം പ്രൊഡക്റ്റുകൾ ഏറ്റെടുത്ത് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്തു കൊടുക്കുക. നേരത്തെ പൊളിബാറിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഡ്രൈ ഐറ്റംസിലാണെങ്കിൽ തന്നെ നമുക്ക് പല ഐറ്റങ്ങൾ, ഡ്രൈഡ് മാംഗോ, മുളക് പൊടി, ഉപ്പിട്ട് ഉണങ്ങിയത്, അതുപോലെ തന്നെ നമുക്ക് പല ഐറ്റങ്ങളുണ്ട്. ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഒക്കെ ഡിമാൻഡ് ഉണ്ട് സാറേ? ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഡിമാൻഡ് ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ടോ? ഒന്ന് എടുക്കാൻ പറ്റുമോ? നമുക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ്, നല്ല രീതിയിൽ ചെയ്യുന്നത് ഇത് ആവശ്യമുള്ളതാണ്. അതിപ്പോ നമ്മളൊക്കെ എടുക്കണമെങ്കിൽ അതിന്റെ എങ്ങനെയായിരിക്കും? നമുക്ക് നല്ല പൊള്ളി വരുന്ന രീതിയിലുള്ള ചിപ്സ് ആയിരിക്കണം. സാറിനെ കോൺടാക്ട് ചെയ്യണം, ആദ്യം ഒന്ന് കോൺടാക്ട് ചെയ്യണം. അതിന്റെ സാമ്പിൾ തരണം, അതിന്റെ പ്രൈസ് പറയണം, അങ്ങനെ വന്നിട്ട് എത്ര ക്വാണ്ടിറ്റി അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പൊ ആളുകൾക്ക് എപ്പോഴും ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്, ഞങ്ങൾ അരിപ്പൊടി പുട്ടുപൊടി തരട്ടെ, അച്ചാർ ഉണ്ടാക്കി തരട്ടെ. ഇതൊന്നും നമുക്ക് എല്ലാവരും തരുന്ന ഒരുപാട് പേരുണ്ട് തരാൻ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി. നമുക്ക് ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അപ്രോച്ച് ചെയ്യുന്നവരുമായിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ട്രേഡ് ചെയ്യും, ഇതൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം നമുക്കായാലും പേഴ്സണലി ഒരു എക്സ്പോർട്ടർ എന്നതിൽ നമുക്ക് ആവശ്യം എന്താ, ഏറ്റവും ഡിഫിക്കൽട്ട് പ്രൊഡക്റ്റ് സപ്ലൈസിന് കിട്ടുന്നത് നമ്മൾ എന്നുപോലെ നമ്മുടെ ബയ്യേഴ്സും ആയിരിക്കുന്നത് എന്താവും, ആയിരിക്കുന്നത് ഏറ്റവും ആരും കൊടുക്കാത്തത് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അത് നമ്മള് ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പൊ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ എക്സ്പോർട്ട് മാർക്കറ്റിൽ പെട്ടെന്ന് ഓർഡർ കിട്ടണമെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം. ഇപ്പൊ നമുക്ക് ഈയിടെ എൻക്വയറി ഒക്കെ വരുന്നത് ഭയങ്കര വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളാണ്. ഇപ്പോ ഖത്തറിലേക്ക് നമ്മുടെ കരിമ്പ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ചോദിച്ചിട്ടുണ്ട്. മാലദ്വീപിലേക്ക് നമ്മുടെ വൈറ്റ് എഗ്, മുട്ട എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ജപ്പാനിലേക്ക് ചില പ്രൊഡക്റ്റുകൾ, അത് ചെമ്മീനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രൊഡക്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. കൊറിയയിലേക്ക് ചോദിച്ചിട്ടുണ്ട്. കൊറിയയിലേക്ക് അവർക്ക് വേണ്ടത് പിന്നെ ഡ്രൈഡ് ഫിഷ് ആണ്. ഡ്രൈഡ് ഫിഷ് പലതരത്തിലുള്ള വെറൈറ്റി, അപ്പൊ അത് കൊറിയയിലേക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യൂറോപ്പിലെ ഒരു കൺട്രി, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, റൊമേനിയയിലേക്ക്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അത്തരത്തിലുള്ള വ്യത്യസ്തമായ പല ഇതാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഡറുകൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ്. സാറേ അതുപോലെ തന്നെ ഇമ്പോർട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഡിമാൻഡ് കൂടി, കാരണം പണ്ടത്തെ പോലെയല്ല, നമ്മൾ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ സമീപകാലത്ത് ഇമ്പോർട്ടഡ് മാർക്കറ്റിൽ ഉണ്ടായ ഡിമാൻഡ് ഇന്ത്യയിൽ എങ്ങനെയാണ്? ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റുകൾക്ക് സാധ്യത എങ്ങനെയാണ്? പ്രൊഡക്റ്റുകൾക്ക് വളരെ സാധ്യത ഇന്ത്യയിലുണ്ട്. കാരണം ഇന്ത്യയിൽ ഇത്രയും 140 കോടി ജനങ്ങളുണ്ട്. ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു നമ്മളേത് മനസ്സിലാക്കേണ്ടത്,
മറ്റു വിദേശത്തുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഇത്രയും മാർക്കറ്റ് കണ്ടിട്ട് ഇവിടെ വന്ന് പ്ലാൻ ചെയ്യുകയും ഇങ്ങോട്ട് എങ്ങനെയും എൻട്രി കിട്ടാൻ വേണ്ടി അതിന്റെ താരിഫ് കുറയ്ക്കാനൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളെന്തുകൊണ്ട് നമ്മൾ തന്നെ ഇന്ത്യയിൽ വെക്കുന്നില്ല? നമ്മൾ എക്സ്പോർട്ട് മാത്രം നോക്കിയിട്ട് കാര്യമല്ലോ. നമ്മൾ വിദേശത്ത് എല്ലായിടത്തും കൊടുക്കുന്ന, എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ വിദേശത്തെ അമേരിക്കയിലോ യൂറോപ്പിലോ കൊടുക്കാൻ നമ്മൾ നോക്കുക. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ മാർക്കറ്റ്, എത്രയോ ആൾക്കാർ കൺസ്യൂം ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം 40 കോടി ജനങ്ങള് എബോവ് ആവറേജ്, അതായത് സ്റ്റാൻഡേർഡ് ലെവലിലുള്ളവരാണ്, പർച്ചേസിംഗ് പവർ കൂടുതലുള്ളവരാണ്. അപ്പൊ അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ എന്ത് ബിസിനസ് ഉണ്ട്? അതിൽ താഴെയുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബിസിനസ് അവർക്കും കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ തട്ടുകടയ്ക്ക് ചെലവില്ലേ? തട്ടുകടയിൽ പോകുന്ന ആളുകള് സ്റ്റാർ ഹോട്ടലിലും പോകുന്നുണ്ട്, സ്റ്റാർ ഹോട്ടലിൽ പോകുന്നവരുണ്ട്, തട്ടുകടയിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ക്ലാസിഫിക്കേഷനുള്ള ആളുകളെയും കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്കുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ എത്രയോ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങോട്ട്. ഇന്ത്യയിൽ ഇമ്പോർട്ട് സാധ്യതയുള്ള പ്രൊഡക്ട്സുകൾ തന്നെ ഇപ്പൊ നമുക്ക് ക്യാഷ് ഇമ്പോർട്ട് ചെയ്യാം, പെപ്പർ ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് വിയറ്റ്നാം, ടാൻസാനിയ, ഇവിടെ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ സ്പൈസസ് ഇമ്പോർട്ട് ചെയ്യാം, സിനമൺ, ക്ലൗസ്, ഇതെല്ലാം സ്റ്റാർ അനീസ്, ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. ഇതൊക്കെ ഇമ്പോർട്ടിങ് ഡിഫിക്കൽട്ട് ആണോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഡിഫിക്കൽട്ട് അല്ല. നമ്മൾ ഡിഫിക്കൽട്ട് ആണ് നമ്മൾ മനസ്സിൽ ചിന്തിച്ചു പോയാൽ ഡിഫിക്കൽട്ട് ആണ്. ഇത് ഡിഫിക്കൽട്ടേ അല്ല. നമ്മൾ ഇതിന്റെ എന്തൊക്കെയാണ് ഡോക്യുമെന്റേഷൻ, കാര്യങ്ങൾ, പ്രോസസ്സ്, ഇതെല്ലാം പഠിക്കണം, ചെറിയ ട്രയൽ നോക്കണം, കൊണ്ടുവരണം, അതിന് ധൈര്യത്തോടെ ഇറങ്ങണം. നമ്മൾ ഡിഫിക്കൽട്ട് എന്ന് വിചാരിച്ചപ്പോ എക്സ്പോർട്ട് എത്രയോ പേര് ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, സാറിനൊക്കെ എങ്ങനെ എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയത്? എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നൊരു സിമ്പിൾ ഒറ്റ ക്ലിക്കിൽ ഓൺലൈനിൽ എടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇപ്പോഴും ആളുകൾ ധരിച്ചിരിക്കുന്ന എക്സ്പോർട്ട് ലൈസൻസ് ഇത്രയും വലിയ ബുദ്ധിമുട്ടാണ്. പണ്ട് സിനിമയിലൊക്കെ പറയാറുണ്ട്, അയ്യോ സാറേ നമ്മുടെ എക്സ്പോർട്ട് ലൈസൻസ് ക്യാൻസൽ ആയി പോയത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ആർക്ക് വേണമെങ്കിലും എടുക്കാം. നോളജ് കിട്ടാനുള്ള വഴിയുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റിന്റെ യുഗമാണ്. അപ്പോ ടെക്നോളജിയുടെ യുഗമാണ്. ഇവിടെ ഇന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ല പണ്ടത്തെ അപേക്ഷിച്ച്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ സപ്പോർട്ടീവ് ആണോ? മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് വളരെ നല്ല സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ അവര് എക്സ്പോർട്ടിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും മറ്റ് എംബസികളും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. എംബസികളൊക്കെ വളരെ സജീവമായിട്ട്, മുമ്പൊക്കെ എംബസികൾ വിസ അടിക്കാൻ മാത്രമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റ് വിദേശത്തുള്ളവർ തന്നെ നമ്മുടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. B2B മീറ്റിംഗ്സ്. ഈയിടെ തന്നെ വിയറ്റ്നാമിലേക്ക് ഒരു ഓഫർ വന്നിരുന്നു എനിക്ക്. അവിടെ വിയറ്റ്നാമിൽ പോകാൻ എംബസി നടത്തുന്നതാണ്. നമുക്ക് ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ്. പോയി അറ്റൻഡ് ചെയ്ത് പഠിക്കുക. അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. സാർ ഇതിനു മുമ്പ് വിയറ്റ്നാം പോയിട്ടുണ്ടായിരുന്നു. എംബസി ഇൻവൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതിന് എത്ര രൂപ മുടക്കുന്നു? അത് മുടക്കില്ലല്ലോ, എയർ ടിക്കറ്റ് മാത്രമേ മുടക്കുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ പോയി പഠിക്കാനുള്ള അവസരം അവർ തരികയാണ്. നിങ്ങൾ വന്നത് കണ്ടപ്പോ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. നമുക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ നമുക്ക് എടുത്ത് കൈവച്ച് തരാൻ പറ്റില്ല ആർക്കും. ഓപ്പർച്യൂണിറ്റി വാതിലുകൾ തുറന്നു തരാൻ പറ്റും. അപ്പോ എംബസികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോറിൻ കോൺസുലേറ്റ് ഇന്ത്യയിലുള്ളവര് ഒത്തിരി മീറ്റിംഗ്സ് നമ്മളെ എപ്പോഴും ക്ഷണിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് കോൺസുലേറ്റും അതുപോലെ സാറിന് ഓൾറെഡി ബംഗ്ലാദേശിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കൻ മിനിസ്റ്റർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ മിനിസ്റ്റർ അവിടെ ഓഫീസ് ഞങ്ങൾ പോയിരുന്നു. ഇങ്ങനെ ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അതുപോലെ നമ്മുടെ വിയറ്റ്നാം, ഇങ്ങനെ ഈ സമീപ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനും യാത്രകളും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ എക്സ്പോർട്ടിന്റെ വേറൊരു തലത്തിലേക്ക് കടന്നിരിക്കും. ഇതിനൊക്കെ സാറിന് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ എക്സ്പോഷർ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഭയങ്കരമാണ്. എനിക്ക് ഇങ്ങനത്തെ ഓരോന്നിനൊക്കെ പങ്കെടുക്കുക, അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. അതായത് എന്തും ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു എനർജി ലെവലാണ് നമ്മളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പോ നിങ്ങൾ പണ്ട് യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ ഒരു 6 മാസം മുമ്പ് ഞാൻ സംസാരിച്ചതും ഇപ്പൊ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് അത്രയും സാധ്യതകൾ തുറന്നാണ്. ഒന്നിലും പേടിക്കേണ്ട കാര്യമില്ല. ചെയ്യാനായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അത്രയധികം കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് ഇപ്പൊ ടീമിനെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് ടീം അംഗങ്ങളുണ്ട്. ഒരുപാട് നമ്മൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വഴിയിലാണ്. പലയിടത്തും നമ്മളിപ്പം മുഖ്യമന്ത്രിയായിട്ട് വരെ എഗ്രിമെന്റ് സൈൻ ചെയ്തു കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം പുതിയ പല പരിപാടികൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യും. അതെല്ലാം അതിന്റെ വഴിയിലാണ്. പെട്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ അത്തരം പല കാര്യങ്ങൾ ചെയ്യാണ്. അപ്പം ഇതിൽ മാക്സിമം എന്തൊക്കെയുണ്ടോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന മാത്രമല്ല, അത് നമ്മുടെ സമൂഹത്തിന് മറ്റുള്ളവർക്കും ഗുണകരം ആകണം എന്നുള്ളതുകൊണ്ടാണ് ഈസി എക്സ്പോർട്ട് ചാനലിൽ കൂടെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്.
അതുകൂടാണ്ട് ഡയറക്റ്റ് കൺസൾട്ടേഷനും എല്ലാം നടക്കുന്നുണ്ട്. അതെ, ഇപ്പം വളർന്നു വരുന്ന ആളുകൾക്ക് വേണ്ടി അതെ. ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, കൺസൾട്ടിങ് എല്ലാം എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പല പ്ലാനുകളും ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് വേണ്ടിയിട്ട് നമ്മള് ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പൊ പലപ്പോഴും ചിലപ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടോ അതെ, അതെ, ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ കണ്ടുകൊണ്ടോ ക്ലാസ് കേട്ടുകൊണ്ടോ കാര്യമില്ല, നേരിട്ട് ഞങ്ങൾക്ക് അപ്പൊ അതിനുള്ള ഒരു പരിപാടി കൂടി ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുക്കുന്നതിനും അവർക്ക് വേണ്ടി നമ്മളോട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാനുള്ള അസോസിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനുള്ള അവസരം കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി പേർക്ക് ഇപ്പം അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കാനും പറ്റും, അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, വളരാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതല്ല ഇനി ഒരു വീഡിയോയിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, കാരണം ഇപ്പൊ നമുക്ക് എല്ലാം കൂടെ പറയാൻ സമയമില്ല. അതെ, അതെ. അല്ല, അപ്പൊ അങ്ങനെ പുതിയതായിട്ടൊരാൾക്ക് എക്സ്പോർട്ടിങ് പഠിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കും, പഠിക്കാനുള്ള അവസരം കൊടുക്കും. അവരെ നല്ലൊരു എക്സ്പോർട്ടർ ആക്കി മാറ്റാനുള്ള എല്ലാ ചാൻസും നമ്മൾ കൊടുക്കും. നേരത്തെ ഞാൻ എംബസികൾ ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ നമുക്ക് കൈപിടിച്ച് ഇങ്ങനെ തുറന്നു കൊടുക്കാനേ പറ്റുള്ളൂ. ബാക്കി ചെയ്യേണ്ടത് അവരുടെ കടമയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഇപ്പൊ പഠിക്കാനുള്ള ഇപ്പൊ ഡെന്നിസിന് പഠിക്കാനുള്ള ഫീസ് അടയ്ക്കുന്നു, പഠിക്കേണ്ട ഡെന്നിസിന്റെ കടമയാണ്. തീർച്ചയായിട്ടും ഡെന്നിസ് ചെയ്തില്ലെങ്കിൽ ഡെന്നിസിന്റെ കുഴപ്പമാണ്. അല്ലാതെ എനിക്ക് ഡെന്നിസിന് വേണ്ടി പഠിച്ചിട്ട് ഡെന്നിസിന് വേണ്ടി പരീക്ഷ എഴുതാൻ പറ്റില്ല, പഠിപ്പിച്ചു തരാൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ഒരുപാട് കൺട്രികളിൽ സാധ്യതകൾ, നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മിഡിൽ ഈസ്റ്റോ അമേരിക്കയോ യൂറോപ്പോ മാത്രമല്ല, കൊറിയ, ജപ്പാൻ, നേരത്തെ പറഞ്ഞ പോലെ ഇന്തോനേഷ്യ, അതുപോലെ ഫിലിപ്പീൻസ്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുണ്ട്. പ്രത്യേകിച്ച് കൊറിയ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ, ഹോങ്കോങ് പോലുള്ള രാജ്യങ്ങളിൽ ഈ ലാംഗ്വേജിന്റെ പ്രശ്നം കൊണ്ട് ഇവിടെയുള്ള പലർക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവിടെയുള്ളവർക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സത്യത്തിൽ ഒത്തിരി ബിസിനസ് സാധ്യതകളുണ്ട് ഇവിടെ. പക്ഷേ നമുക്ക് ഈ ലാംഗ്വേജ് പ്രോബ്ലം കൊണ്ട് ആർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഇതിന്റെ ഒരു ലെവലൊക്കെ മാറും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളെ കൊണ്ട് ഇതെല്ലാം കവർ ചെയ്ത് ഒരു രാജ്യത്തിന് വേണ്ടി മുഴുവൻ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഒരു ചെറിയ പോർഷനെ കൊടുക്കാൻ. ബാക്കി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ വാച്ച് ചെയ്യുന്ന യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർക്കും നമ്മുടെ ഫോളോവേഴ്സിനെല്ലാം അവർക്ക് കൂടിയുള്ള ഓപ്പണിംഗ് ആണിത്. കാരണം നമ്മളിത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം കഷ്ടപ്പെടുന്നത് നമ്മളാണ്, വഴി തെളിക്കുന്നത് നമ്മളാണ്. ഇതെല്ലാം വെട്ടി തെളിച്ച് നമ്മൾ റെഡിയാക്കി അങ്ങോട്ടൊരു എത്തിപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ളവരെ ക്ഷണിക്കും. അപ്പൊ അവർക്കും കൂടി അതിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ ഈസി എക്സ്പോർട്ട് യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് നാളെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. കാരണം നിങ്ങൾക്കും എക്സ്പോർട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാനും അത് നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അപ്പൊ അതിനൊരു നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈസി എക്സ്പോർട്ട് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, നമ്മുടെ വീഡിയോസ് കാണുക, അതുപോലെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റികൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റികൾ വിനിയോഗിക്കുക. സാർ, അപ്പോൾ ഒരു ക്വസ്റ്റനോട് ചോദിച്ചോട്ടെ. അപ്പോൾ സാർ ഇപ്പോൾ ബിസിനസ്സിലേക്കൊക്കെ വന്ന ഒരു സമയമുണ്ടല്ലോ എക്സ്പോർട്ടിങ്, അപ്പോൾ ആ സമയത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണോ ഇപ്പോൾ ഉള്ളത്? കാരണം ഇപ്പോൾ സാറിന് പറ്റുന്ന ഓർഡറുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലാണെന്നൊക്കെ മനസ്സിലാക്കാം. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ഓർഡറുകളാണ് വരുന്നത്. നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. അപ്പം നമ്മളത് എന്നാൽ പോലും അതിനകത്ത് പരമാവധി ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ അത് ഉടനെ സജ്ജീകരിക്കുന്നുണ്ട്, കൂടുതൽ ആളുകളെ എടുക്കുന്നുണ്ട്, അതുപോലെ അങ്ങനെയുള്ള കൂടുതൽ ഫൈനാൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളൊരു ഇതിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ബിസിനസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്യൂച്ചർ ഉണ്ട്. നമ്മൾ ഏത് ബിസിനസ്സിലെന്ന് പറഞ്ഞ പോലെ തന്നെ അതിൽ ഉറച്ചു നിൽക്കുക, അതിൽ മുന്നോട്ട് പോവുക, അതിൽ കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ നമ്മൾ സ്റ്റഡി ആയിട്ട് ഇതിൽ കൂടുതൽ അറിവ് നേടുകയും എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ മാസ്റ്റർ ആകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ആളുകൾക്ക് പേടി എന്തുകൊണ്ടാണ്? ഒരു പരിപാടി ചെയ്യുമ്പോൾ പേടി, എനിക്കത് പൈസ പോവോ, ഞാൻ പരാജയപ്പെടുവോ എന്ന് പറയാൻ പേടി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അറിവില്ല. മനസ്സിലായി. ഇപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമുക്ക് പരീക്ഷ പാസ്സാവുമോ എന്ന് പേടി എന്തുകൊണ്ടാണ്? പഠിച്ചവർക്കാർക്കും പേടിയില്ല. പരീക്ഷ ഇപ്പോൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെസ്റ്റിന് നന്നായിട്ട് പഠിച്ചവർക്ക് ഒരു പേടിയില്ല, ധൈര്യമായിട്ട് എന്ന് എഴുതും. അറിയത്തില്ല, ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ
എനിക്ക് എപ്പോഴും പേടിയായിരിക്കും ജയിക്കില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, നോളജ് ഉണ്ടാക്കുക. അവനെ സംബന്ധിച്ച് പൈസ മുടക്കുന്നതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അത് വിജയിക്കും. അപ്പോൾ അല്ലാത്തവരെ സംബന്ധിച്ച് അത് അയ്യോ ഇനിയിപ്പോൾ ഞാനത് സാധിക്കുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവർ അതിനുവേണ്ടി ശ്രമിക്കുക, അറിവുണ്ടാക്കുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. ഏത് കാര്യവും നമ്മൾ അതിൻ്റെ കഷ്ടപ്പാടിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും മാത്രമാണ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ ഇതെല്ലാം നടക്കാവുന്ന, നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇതൊന്നും നടക്കാവുന്ന കാര്യമില്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പോൾ 7-8 വർഷമായി ഈ ഫീൽഡിൽ. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് പതുക്കെ അനുഭവിച്ചു തുടങ്ങും. അതിന് ഇതുവരെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ ആ ഒരു ഇതിന് അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ ഇന്നൊരു ഇത് ഇൻവെസ്റ്റ് ചെയ്ത പോലെ ഇറങ്ങി നാളെ റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾ കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. മുമ്പ് ഉണ്ടായതിനേക്കാളും എളുപ്പമായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നത്. നമുക്ക് 8 വർഷം എടുക്കും, ഇപ്പോൾ ഉള്ളവർക്ക് അത്രയും ആവശ്യമില്ല. 1-2 വർഷം കൊണ്ട് വരെ സക്സസ്ഫുൾ ആകാം. ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ സാർ, അപ്പോൾ താങ്ക് യു ഫോർ സാറിൻ്റെ ഇത്രയും നേരത്തെ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ നമുക്ക് പറഞ്ഞത്. അപ്പോൾ സാറ് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് സാറിന് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യുക, ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഇതെല്ലാം ഞങ്ങൾ നൽകുന്നതാണ്, ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് നൽകുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളെ വന്ന് കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം നിങ്ങളും വളരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. എന്നീ പരിപാടിയിൽ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.